ഓക്കെ, നമുക്ക് മെമ്മറി സിസ്റ്റംസ് എന്ന് പറയുന്ന തേർഡ് മൊഡ്യൂളാണ് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൊഡ്യൂൾ 2 കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഇനി മൊഡ്യൂൾ 3 മെമ്മറി സിസ്റ്റം എന്താണ്, കാഷ്യസ് എന്താണ്, മെമ്മറീസ്, അതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രൊജക്ട്സ് കാര്യങ്ങളൊക്കെ വരും. അപ്പൊ നമുക്ക് ആദ്യം കടക്കാം. മെമ്മറി, നമ്മൾ കമ്പ്യൂട്ടറിന്റെ ബേസിക് ഫങ്ഷണൽ യൂണിറ്റ്സ് പറഞ്ഞ സമയത്ത് പറഞ്ഞതാണ് എന്ത്, മെയിൻ ആയിട്ടും കമ്പ്യൂട്ടറിന്റെ മെയിൻ ഫങ്ഷണൽ യൂണിറ്റ്സിനകത്ത് മെമ്മറി യൂണിറ്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. മെമ്മറി യൂണിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡേറ്റാസിനെയും പ്രോഗ്രാംസിനെയും ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. സോ ഇവിടെ നമുക്ക് ആദ്യം പറയുന്നത് എന്താണ് മെമ്മറി എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ്. മെമ്മറി അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ പെർഫോമൻസ്, ഒരു കമ്പ്യൂട്ടറിന്റെ പെർഫോമൻസ് രണ്ട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്താണ് വരുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രോസസറിന്റെ സ്പീഡും, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പെർഫോമൻസും, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ്, മെമ്മറി സിസ്റ്റം പെർഫോമൻസും ആണ്. സോ ഒരു കമ്പ്യൂട്ടറിന്റെ പെർഫോമൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് രണ്ട് ഫാക്ടേഴ്സ്, പ്രോസസർ പെർഫോമൻസ് ആൻഡ് മെമ്മറി സിസ്റ്റം പെർഫോമൻസ്. പ്രോസസർ പെർഫോമൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര ഫാസ്റ്റ് ആയിട്ടാണ് അവിടെ ആ പ്രോസസർ, ഹൗ ഫാസ്റ്റ് ആ ഡേറ്റാസിനെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. കമ്പ്യൂട്ടിംഗ് ആണെങ്കിലും എക്സിക്യൂഷൻ ഒക്കെ ആണെങ്കിലും ആ പ്രോസസറിന് അത് പെർഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി, അല്ലെങ്കിൽ അതിന്റെ ഒരു എത്ര ഫാസ്റ്റ് ആയിട്ടാണ് അത് പെർഫോം ചെയ്യുന്നത്. രണ്ടാമത്തെ കേസാണ് മെമ്മറി സിസ്റ്റം പെർഫോമൻസ് എന്ന് പറയുന്നത്. മെമ്മറി സിസ്റ്റം പെർഫോമൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് എത്ര ടൈം അല്ലെങ്കിൽ ആ ഒരു മെമ്മറിയിൽ നിന്ന് ഡേറ്റാസിനെ ഫെച്ച് ചെയ്യാനും മെമ്മറിയിലേക്ക് ഡേറ്റാസിനെ റൈറ്റ് ചെയ്യാനും നമുക്ക് എത്രത്തോളം ഫാസ്റ്റ്ലി ചെയ്യാൻ പറ്റും. ആ രണ്ട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഒരു കമ്പ്യൂട്ടറിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത്. സോ പ്രോസസർ പെർഫോമൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് എക്സിക്യൂഷൻ നടത്താൻ പറ്റുന്നു. ആ എക്സിക്യൂഷൻ നടക്കുന്ന ഡേറ്റാസ് എന്ന് പറയുന്നത് മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്തതായിരിക്കാം. ആ മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്യുന്ന സമയത്തിനാണ് മെമ്മറി സിസ്റ്റം പെർഫോമൻസ്, അല്ലെങ്കിൽ ആ എക്സിക്യൂഷൻ ശേഷം മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യുന്ന പ്രോസസ്സ്, ഇത് രണ്ടുമാകാം. സോ ഈ പ്രോസസറും മെമ്മറി എന്ന് പറയുന്നത് പരസ്പരം എന്താണ്, ഒരു കണക്റ്റഡ് ആണ്. കാരണം ഇപ്പോൾ പ്രോസസറിന് ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അതിന് ഇൻപുട്ട് വാല്യൂസ് വേണം. ആ ഇൻപുട്ട് വാല്യൂസ് അല്ലെങ്കിൽ ഡേറ്റാസ് അല്ലെങ്കിൽ പ്രോഗ്രാംസ്, ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഈ മെമ്മറിയിലാണ്. സോ മെമ്മറിയിൽ നിന്ന് വാല്യൂസ് നമുക്ക് ഫെച്ച് ചെയ്ത് കൊണ്ടുവന്ന് അതിന് ഫാസ്റ്റ്ലി എക്സിക്യൂഷൻ നടത്താൻ പറ്റണം. ലൈക്ക് ആ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആയാൽ മാത്രമേ നമ്മുടെ കമ്പ്യൂട്ടർ നല്ലപോലെ പെർഫോം ചെയ്യുള്ളൂ. എത്രത്തോളം പെർഫോമൻസ് ഓഫ് പ്രോസസർ ഇമ്പോർട്ടന്റ് ആണോ അത്രത്തോളം തന്നെ മെമ്മറി സിസ്റ്റത്തിന്റെ പെർഫോമൻസും ഇമ്പോർട്ടന്റ് ആണ്. പ്രോസസറിന് പെർഫോമൻസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നല്ലപോലെ എക്സിക്യൂഷൻ നടത്തണമെങ്കിൽ നമുക്ക് എന്ത് വേണം, നമ്മൾ മെമ്മറിയിൽ നിന്ന് വാല്യൂസിനെ ഫെച്ച് ചെയ്യുകയും മെമ്മറിയിലേക്ക് വാല്യൂസിനെ റൈറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആയിരിക്കണം. സോ ആ ഒരു ഡിലേ അവിടെ ഉണ്ടാവാതെ, മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്തെടുക്കാൻ ഡിലേ ആവുന്നോ, പ്രോസസർ വെയിറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്നോ, അതൊന്നും ഇല്ലാതെ രണ്ടും തമ്മിൽ ഒരു കോപ്പറേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ രണ്ടും തമ്മിൽ നല്ലൊരു ഇന്റർഫേസോടുകൂടി വർക്ക് ചെയ്താൽ മാത്രമേ ഒരു നല്ലപോലെ ഒരു കമ്പ്യൂട്ടർ പെർഫോം ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി ആ പ്രോസസറിന്റെ മെമ്മറി ഇന്റർഫേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് പ്രോസസറും മെമ്മറിയും തമ്മിൽ കണക്ട് ആവുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ സിഗ്നൽസ് വെച്ചിട്ടാണ് കണക്ഷൻ വരുന്നത്. പ്രോസസറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലോക്ക് സിഗ്നൽ, പ്രോസസറിനെ റൈറ്റ് ചെയ്യാനുള്ള ഒരു സിഗ്നലാണ് ക്ലോക്ക് സിഗ്നലിലൂടെ വരുന്നത് എങ്കിൽ പ്രോസസർ എന്ത് ചെയ്യുന്നു, മെമ്മറി റൈറ്റ് എന്ന് പറയുന്ന സിഗ്നൽ ആർക്ക് കൊടുക്കുന്നു, മെമ്മറിയിലേക്ക് കൊടുക്കുന്നു. മെമ്മറി റൈറ്റ് എന്ന് പറഞ്ഞ WE അല്ലെങ്കിൽ റൈറ്റ് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിഗ്നലാണ് അവിടെ കൊടുക്കുന്നത്. മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യണം. പ്രോസസറിന് മെമ്മറിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഇതാണ് അഡ്രസ് എന്ന് പറയുന്നത്. അവിടെ അഡ്രസ് എന്ന് പറയുന്ന ആ ഒരു ഇൻപുട്ട് എന്തിനാണ് കൊടുക്കുന്നത്, പ്രോസസറിൽ നിന്ന് മെമ്മറിയിലേക്ക് ആ ഒരു ഇൻപുട്ട് എന്തിനാണ് കൊടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോസസറിന് ഏത് അഡ്രസ്സിലുള്ള വാല്യൂ ആണോ ഫെച്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പ്രോസസറിന് ഏത് വാല്യൂ അഡ്രസ്സിലേക്കാണോ റൈറ്റ് ചെയ്യേണ്ടത്, അത് പറയാൻ വേണ്ടിയിട്ടാണ് ആ അഡ്രസ് എന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. റൈറ്റ് ഡേറ്റ ആണെങ്കിലോ എന്ത് ഡേറ്റയാണോ റൈറ്റ് ചെയ്യേണ്ടത് ആ ഡേറ്റ ആയിരിക്കും പാസ് ചെയ്യുന്നത്. ഇനി നമുക്ക് മെമ്മറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഔട്ട്പുട്ടും കൂടി ഉണ്ട്. മെമ്മറിയിലുള്ള അഡ്രസ് വെച്ച് നമ്മൾ ഫെച്ച് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളൊരു റീഡിങ് നടത്തി കഴിഞ്ഞാൽ ആ റീഡ് ചെയ്ത ഡേറ്റനെ ആ മെമ്മറിയിൽ നിന്ന് ഔട്ട്പുട്ടിൽ നിന്ന് പ്രോസസറിലേക്ക് നമ്മൾ കൊടുക്കും. സോ ഇതാണ് ഒരു പ്രോസസർ മെമ്മറി ഇന്റർഫേസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് കണക്റ്റഡ് ആയിട്ടുള്ളത്, പ്രോസസറും മെമ്മറിയും തമ്മിൽ എങ്ങനെയാണ് കണക്ഷൻ വരുന്നത്, അതാണ് ഇവിടെ വരുന്നത്. ഇനി മെമ്മറിയെ സംബന്ധിച്ചിടത്തോളം പ്രോസസറിന്റെ സ്പീഡ് പോലെ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ഒരു മെമ്മറി സിസ്റ്റം മാറ്റണമെങ്കിൽ നമുക്ക് എന്താണ്, അവിടെ മെമ്മറിക്ക് ഒരു ഐഡിയൽ ആയിട്ടുള്ള മെമ്മറി, നല്ല ഫാസ്റ്റ് ആയിട്ട് ഒരു മെമ്മറി വർക്ക് ചെയ്യണമെങ്കിൽ ഈ മൂന്ന് കണ്ടീഷൻസ് അല്ലെങ്കിൽ ഈ മൂന്ന് സ്റ്റേറ്റ്സ് ഉണ്ടായിരിക്കണം. ഫസ്റ്റ് വൺ ഫാസ്റ്റ് ആയിരിക്കണം, മെമ്മറി നല്ലപോലെ സ്പീഡ് ഉണ്ടായിരിക്കണം. സെക്കൻഡ് വൺ ചീപ്പ് ആയിരിക്കണം, എക്സ്പെൻസീവ് ആകാൻ പാടില്ല. ദെൻ തേർഡ് വൺ ലാർജ്, നല്ല കപ്പാസിറ്റി ഉള്ള മെമ്മറി സിസ്റ്റം ആയിരിക്കണം. ഈ മൂന്ന് കണ്ടീഷൻസ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എന്താണ്, നമ്മുടെ മെമ്മറി സിസ്റ്റം എന്ന് പറയുന്നത് ടോപ്പ് ആയിരിക്കും. ലൈക്ക് എന്താണ്, ആ ഒരു പ്രോസസറിന്റെ സ്പീഡിനനുസരിച്ച് എക്സിക്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു സ്പീഡിനെ പാച്ചപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിക്കായിരിക്കും നമ്മുടെ മെമ്മറി സിസ്റ്റത്തിന്റെ പെർഫോമൻസ് വരുന്നത്.
ഈ 3 കണ്ടീഷൻസ് ഐഡിയൽ ആയിട്ടുള്ള ഒരു മെമ്മറി സിസ്റ്റത്തിന്റെ ബിഹേവിയർ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെയുള്ള ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മെമ്മറി സിസ്റ്റം ഡിസൈനിങ് എന്ന് പറയുന്നത് വളരെ ടാസ്ക് ഉള്ള ഒരു ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ്. ഇത്രയും നാളായിട്ട് പോലും ആ ഒരു കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിൽ അല്ലെങ്കിൽ ആ ഒരു കമ്പ്യൂട്ടർ ഡിസൈനിങ്ങിന്റെ കേസിൽ നമുക്ക് ഈ 3 കണ്ടീഷൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിക്ക് ഒരു മെമ്മറി സിസ്റ്റം ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല. സോ നമുക്ക് അവിടെ എന്താണ്, ഒന്നുകിൽ ഏതെങ്കിലും 2 ഓപ്ഷൻസ്, ഒന്നുകിൽ ഫാസ്റ്റ് ആയിട്ടുള്ളത്, ചീപ്പ് ആയിട്ടുള്ളത്, അതല്ലെങ്കിൽ ഫാസ്റ്റ് ആയിട്ടുള്ളത്, ലാർജ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ചീപ്പ് ആയിട്ടുള്ളത്, ലാർജ് ആയിട്ടുള്ളത്. ഇങ്ങനെ 2 കണ്ടീഷൻസിന് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിക്ക് മാത്രമേ നമുക്കൊരു മെമ്മറി സിസ്റ്റം ചാലഞ്ചസ് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഏതെങ്കിലും 2 പിക്ക് ചെയ്തുകൊണ്ട്, ഏതെങ്കിലും 3 ബിഹേവിയറിൽ 2 പിക്ക് ചെയ്തുകൊണ്ട് ആ 2 വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മെമ്മറി ഡിസൈൻ ചെയ്യുന്നു. അങ്ങനെ ഡിസൈൻ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിഫറെന്റ് ഹൈറാർക്കി ഓഫ് മെമ്മറീസ്, ഒരു ഹൈറാർക്കി ഓഫ് മെമ്മറീസ് യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു മെമ്മറി സിസ്റ്റത്തിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യിക്കുന്നു. എന്താണ് ഹൈറാർക്കി ഓഫ് മെമ്മറീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ, ഒരു ലെയേർഡ് ഓർഗനൈസേഷൻ ഓഫ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മെമ്മറീസ് ആണ്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മെമ്മറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ 3 കാര്യങ്ങൾ, ഫാസ്റ്റ് ആയിരിക്കണം, ചീപ്പ് ആയിരിക്കണം, ലാർജ് ആയിരിക്കണം. ഇതിൽ 2 ഏതെങ്കിലും 2 പിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ ടൈപ്പ് ഓഫ് മെമ്മറീസിനെ ഡിസൈൻ ചെയ്തെടുക്കുന്നു. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ക്യാഷെ എന്ന് പറയുന്ന ഒരു മെമ്മറിയാണ്, മെയിൻ മെമ്മറി ഒരു മെമ്മറിയാണ്, വെർച്വൽ മെമ്മറി വേറൊരു ഡിഫറെന്റ് മെമ്മറിയാണ്. ഇങ്ങനെയുള്ള എന്താണ് കുറെ ഡിഫറെന്റ് മെമ്മറീസിനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ ക്യാഷെ എന്ന് പറയുന്നത് എന്താണ്, ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മെമ്മറിയാണ്. പക്ഷെ അതെന്താണ്, ലാർജ് സ്റ്റോറേജ് അല്ലെങ്കിൽ അതിന്റെ വോളിയം എന്ന് പറയുന്നത് എന്താണ്, ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ആണ്. ക്യാഷെ എന്ന് പറയുന്നതിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നമുക്ക് ഒത്തിരി എമൗണ്ടിൽ അല്ലെങ്കിൽ ലാർജ് വോളിയത്തിൽ ഡേറ്റാസ് സ്റ്റോർ ചെയ്യാൻ സാധിക്കില്ല. സോ നമ്മൾ ക്യാഷെ എന്ന് പറയുന്ന മെമ്മറി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫാസ്റ്റ് ആയിട്ടും എന്നാൽ ചീപ്പ് ആയിട്ടുള്ള രീതിക്കാണ്. എന്നാൽ മെയിൻ മെമ്മറി എന്താണ്, മെയിൻ മെമ്മറി എന്ന് പറഞ്ഞാൽ അത്ര ഫാസ്റ്റ് അല്ല, എന്നാൽ അത്ര ചീപ്പ് ആയതല്ല. കാരണം നമ്മൾ അവിടെ എന്താണ്, കുറച്ച് ലാർജ് വോളിയം ഓഫ് കപ്പാസിറ്റി നമ്മൾ അവിടെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, അവിടെ ചീപ്പ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ വോളിയം നമുക്ക് ആവശ്യമായി വരുന്നു, അല്ലെങ്കിൽ കൂടുതൽ സ്റ്റോറേജ് നമുക്ക് ആവശ്യമായി വരുന്നു, അതനുസരിച്ചുള്ള മെറ്റീരിയൽ വെച്ച് നമുക്കത് ഡിസൈൻ ചെയ്തെടുക്കേണ്ടി വരുന്നു. അപ്പൊ അതെന്താണ്, അത് നമുക്ക് ചീപ്പ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഎക്സ്പെൻസീവ് ആയിട്ട് ലൈക്ക് എക്സ്പെൻസ് കുറച്ച് നമുക്കത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. സോ ആ ഒരു മെയിൻ മെമ്മറി എന്ന് പറയുന്നത് അതെന്താണ്, അത്ര ഫാസ്റ്റ് അല്ല എങ്കിലും ഫാസ്റ്റ് ആണ്, ബട്ട് എന്താണ്, ലാർജ് വോളിയം ഓഫ് കപ്പാസിറ്റി അതിന് സ്റ്റോർ ചെയ്യാനുള്ളതുണ്ട്. പക്ഷെ അത് ചീപ്പ് ആയിരിക്കില്ല, ഇൻഎക്സ്പെൻസീവ് ആയിരിക്കില്ല. സോ അതുകൊണ്ട് തന്നെ ആ 2 സാറ്റിസ്ഫാക്ഷൻസ്, ഫാസ്റ്റ് ആൻഡ് ലാർജ് എന്നുള്ള 2 ബിഹേവിയേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലേക്കാണ് നമ്മൾ മെയിൻ മെമ്മറി ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സിലുള്ള മെമ്മറീസ് ഈ 2 ഓപ്ഷൻസ് ഏതെങ്കിലും 2 ചൂസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് ഈ ടൈപ്പ് ക്യാഷെ, മെയിൻ മെമ്മറി, വെർച്വൽ, ഇതിലേക്ക് എന്താണ്, ഒരു ഹൈറാർക്കിയൽ സ്ട്രക്ചറിൽ, നമ്മൾ മെമ്മറീസിന്റെ ഹൈറാർക്കിയൽ സ്ട്രക്ചറിൽ അതിന് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് മെമ്മറി സിസ്റ്റം ചാലഞ്ച് എന്ന് പറയുന്ന പ്രോസസ്സിന് സോൾവ് ചെയ്യാൻ പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്, CPU ബേസിക് ആയിട്ട് നമ്മൾ സ്റ്റോർ ബേസിക്കിന് അടുത്ത് തന്നെ CPU ഉള്ളിൽ തന്നെ ആയിട്ട് രീതിക്കാണ് ക്യാഷ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ദെൻ ക്യാഷയുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, ഫാസ്റ്റ് ആയിട്ടുള്ളതാണ്, എന്നാൽ ചീപ്പ് ആണ്. പക്ഷെ എന്താണ്, ലാർജ് ഒത്തിരി എമൗണ്ട് ഓഫ് വോളിയംസ് ഓഫ് സ്റ്റോറേജിന് നമുക്ക് പോസിബിൾ അല്ല. സോ ആ CPU ക്യാഷയും തമ്മിൽ എന്താണ്, ആ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നു. ക്യാഷയും മെയിൻ മെമ്മറിയും തമ്മിൽ എന്ന് പറഞ്ഞാൽ വ്യത്യാസം എന്താണ്, ക്യാഷയെ സംബന്ധിച്ചിടത്തോളം ഫാസ്റ്റ് ആണ്, ചീപ്പ് ആണ്. പക്ഷെ മെയിൻ മെമ്മറി എന്ന് പറയുന്നത് എന്താണ്, ലാർജ് ആണ്, എന്നാൽ എന്തല്ല, അത്ര ചീപ്പ് അല്ല, ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവമല്ല. കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും പക്ഷെ നമുക്ക് ലാർജ് വോളിയം ഓഫ് ഡേറ്റാസിന് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന എന്നുള്ളൊരു ബേസിക് ഗുണം അതിനുണ്ട്. ഇനി മൂന്നാമത്താണ് ഹാർഡ് ഡിസ്ക് അല്ലെങ്കിൽ വെർച്വൽ എന്ന് പറയുന്നത്. അത് ഒട്ടും ഫാസ്റ്റ് അല്ല, പക്ഷെ അതെന്താണ്, നമുക്ക് ചീപ്പാണ്, കുറച്ച് അത്ര എക്സ്പെൻസീവ് ആയിട്ട് വരുന്നില്ല എങ്കിൽ നമുക്ക് എന്താണ്, ലാർജ് വോളിയം ഓഫ് ഡേറ്റാസിനെ സ്റ്റോർ ചെയ്യാവുന്ന രീതിക്ക് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. സോ ആ ഒരു ഹൈറാർക്കിയൽ സ്ട്രക്ചറിൽ, ഹൈറാർക്കി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലെയേർഡ് ഓർഗനൈസേഷൻ ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെമ്മറീസ് ആണ്. ഇങ്ങനെ ക്യാഷെ, CPU നെക്സ്റ്റ് ക്യാഷെ ടു മെയിൻ മെമ്മറി ടു ഹാർഡ് ഡിസ്ക് എന്നുള്ള രീതിക്ക് നമ്മളൊരു ലെയേർഡ് ഓർഗനൈസേഷൻ, ലെയേർഡ് സ്റ്റേറ്റ്മെന്റിൽ വെച്ചിരിക്കുന്നതാണ്. ഇതിനെയാണ് വിളിക്കുന്നത് ആ ഒരു ലെയേർഡ് ഹൈറാർക്കി ഓഫ് മെമ്മറി സിസ്റ്റം എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഐഡിയൽ മെമ്മറി എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് വർക്ക് ആവണമെങ്കിൽ 3 ബിഹേവിയേഴ്സ് വേണം. ആ 3 ബിഹേവിയേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിക്ക് നമുക്കൊരു ഡിസൈനിങ് പോസിബിൾ അല്ല. സോ നമ്മൾ ആ ഏതെങ്കിലും 2 ബിഹേവിയേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിക്ക് പല ഡിഫറെന്റ് ടൈപ്പിലുള്ള മെമ്മറീസ് ഡിസൈൻ ചെയ്ത് അതിനെ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്, ഹൈ സിസ്റ്റം മെമ്മറി പെർഫോമൻസിന് വേണ്ടിയിട്ട്, നമുക്ക് ആ ഒരു സിസ്റ്റത്തിന്റെ മെമ്മറി പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ വേറൊരു ഫിഗർ കൂടി തന്നിട്ടുണ്ട്, ക്യാഷെ, മെയിൻ മെമ്മറി, വെർച്വൽ മെമ്മറി, അതിന്റെ കപ്പാസിറ്റിയും അതിന്റെ സ്പീഡും അനുസരിച്ചാണ് തന്നിരിക്കുന്നത്. ഏറ്റവും സ്പീഡ് കുറഞ്ഞത് വെർച്വൽ മെമ്മറി അല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക് പോലുള്ള കണ്ടന്റുകൾക്കാണ്. ദെൻ മെയിൻ മെമ്മറിക്ക് അത്യാവശ്യം കുറച്ചുകൂടെ സ്പീഡ് ഉണ്ട്. ക്യാഷ് എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ആണ്. പക്ഷേ കപ്പാസിറ്റിയുടെ കേസിൽ നോക്കുമ്പോൾ എന്താണ്, വെർച്വൽ മെമ്മറിക്കാണ് ഏറ്റവും കൂടുതൽ കപ്പാസിറ്റി വരുന്നത്. മെയിൻ മെമ്മറിക്ക് കുറച്ചുകൂടെ കപ്പാസിറ്റി ഉണ്ടെങ്കിലും അത്ര ഫാസ്റ്റ് ആയിരിക്കില്ല. ദെൻ ക്യാഷെ എന്ന് പറയുന്നത്
വളരെ സ്റ്റോറേജ് അല്ലെങ്കിൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെയധികം കുറവാണ്. ഇവിടെ അതുപോലെ തന്നെ SRAM-ഉം DRAM-ഉം SSD-യും HDD-യും ഒക്കെ തമ്മിൽ കമ്പാരിസൺസ് നടന്നിട്ടുണ്ട്. ഓരോന്നിന്റെയും പ്രൈസ് അവിടെ കൊടുത്തിട്ടുണ്ട്, ആക്സസ് ടൈം കൊടുത്തിട്ടുണ്ട്, ബാൻഡ് വിഡ്ത്ത് കൊടുത്തിട്ടുണ്ട്. എന്തിന്റെ ബേസിസിലാണോ SRAM, DRAM എന്നൊക്കെ പറയുന്നത് നമ്മൾ എന്താണ്, നമുക്ക് സ്റ്റാറ്റിക് ആയിട്ടുള്ള റാം അല്ലെങ്കിൽ ഡൈനാമിക് ആയിട്ടുള്ള റാംസ് നമ്മൾ സ്റ്റോറേജിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അത് നമുക്ക് ആ രണ്ട് രീതിയിൽ, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ പ്രൈസ് നോക്കുവാണെങ്കിൽ SRAM DRAM-ന് പ്രൈസ് $3 ഇട്ടിട്ടുള്ളൂ. പക്ഷെ എന്റെ ആക്സസ് ടൈം എന്ന് പറയുന്നത് 10 to 15, ബാൻഡ് വിഡ്ത്ത് 30 ആണ്. എന്നാൽ SRAM എക്സ്പെൻസീവ് ആണ്, ബട്ട് എന്താണ് അതിന്റെ ആക്സസ് ടൈം എന്ന് പറയുന്നത് 0.2 to 3 നാനോ സെക്കൻഡ് ആണ്. അത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പൊ ഏതെങ്കിലും രണ്ട് കണ്ടീഷൻസ് അല്ലെങ്കിൽ രണ്ട് ബിഹേവിയേഴ്സ് ഹൈ ആവുന്ന രീതിക്കായിരിക്കും നമ്മൾ ഈ മെമ്മറീസിന് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ലൊക്കാലിറ്റി, അതായത് എന്താണ്, മെമ്മറി ആക്സസ് ഫാസ്റ്റ് ആക്കണമെങ്കിൽ എവിടെയാണ് അത് പ്ലേസ് ചെയ്യുന്നത് എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് അതിന്റെ ലൊക്കാലിറ്റി കൂടി പറയുന്നത്. ടെമ്പറൽ ലൊക്കാലിറ്റി ഉണ്ട്, സ്പേഷ്യൽ ലൊക്കാലിറ്റി ഉണ്ട്. ടെമ്പറൽ ലൊക്കാലിറ്റി എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ എന്താണ് ഡേറ്റ റീസെന്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അത് പെട്ടെന്ന് പിന്നെ റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു ലോക്കൽ സ്റ്റോറേജ്, ആ ഒരു കൺസെപ്റ്റ് ആണ് അവിടെ വരുന്നത്. ഇനി റീസെന്റ് ആക്സസ്ഡ് ഡേറ്റനെ ഹയർ ലെവൽസ് ഓഫ് മെമ്മറി ഹൈറാർക്കിയിൽ ഏറ്റവും ടോപ്പിലായിട്ട് ഇപ്പൊ ക്യാഷ് എന്നൊക്കെ പറയുന്നത് എന്താണ്, നമ്മൾ റീസെന്റ് യൂസ് ചെയ്യുന്ന ഡേറ്റാസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഷോർട്ട് സ്റ്റോറേജ് കപ്പാസിറ്റിയാണ് ക്യാഷ് എന്ന് പറയുന്നത്. സോ ആ ടെമ്പറൽ ലൊക്കാലിറ്റി അല്ലെങ്കിൽ ആ ഒരു ലോക്കലി പ്ലേസ് ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്യാഷെ പോലുള്ള ഐഡിയൽ മെമ്മറീസിന് യൂസ് ചെയ്യുന്നുള്ള കൺസെപ്റ്റ് ആണ്. എന്നാൽ സ്പേഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഡേറ്റ കറന്റ് യൂസ് ചെയ്തില്ലെങ്കിൽ, നമ്മൾ ഒരു നിയർ ബൈ ഡേറ്റ ലൈക്ലി ടു യൂസ് അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ എന്ത് ചെയ്യുന്നു, ഹയർ ലെവൽസ് ഓഫ് മെമ്മറി ഹൈറാർക്കിയിലേക്ക് അല്ലെങ്കിൽ ഒരു നമുക്കൊരു ഹാർഡ് ഡിസ്കിലേക്ക് അല്ലെങ്കിൽ ഒരു വെർച്വൽ മെമ്മറിയിലേക്ക് അല്ലെങ്കിൽ മെയിൻ മെമ്മറിയിൽ നിന്നോ അല്ലെങ്കിൽ മെയിൻ മെമ്മറിയിൽ നിന്ന് പിന്നെ ഹാർഡ് ഡിസ്കിലേക്ക് കൺവേർട്ട് ചെയ്ത് വെക്കും. നമ്മളിപ്പോ അത് യൂസ് ചെയ്യില്ല അല്ലെങ്കിൽ ഇപ്പൊ അത് നിയർ ബൈ യൂസ് ആവില്ല, ആവാം, ലൈക്ക് ആവാം അല്ലെങ്കിൽ ആവാതിരിക്കാം. ആയ രണ്ട് കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ സ്റ്റോറേജിന് വേണ്ടിയിട്ട്, ഹൈ സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഈ വെർച്വൽ മെമ്മറിനെയും അതുപോലെ തന്നെ നമ്മുടെ മെയിൻ മെമ്മറിനെയും എന്താണ് യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. സ്പേസിൽ സ്റ്റോർ ചെയ്യുന്നുള്ള കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്ഥലത്ത്, ലോക്കൽ അല്ലാതെ കുറച്ചും കൂടെ ദൂരത്ത് സ്റ്റോർ ചെയ്യുന്നുള്ളൊരു ഇതാണ്. സോ അങ്ങനെയാണ് അതിന്റെ ലൊക്കാലിറ്റി ബേസ് ചെയ്തുകൊണ്ട് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് മെമ്മറിയുടെ മെയിൻ ആയിട്ട് ഇൻട്രൊഡക്ഷൻസിൽ വരുന്നത്. ദെൻ മെമ്മറിയുടെ പെർഫോമൻസ് ആണ് നെക്സ്റ്റ് ഇവിടെ പറയുന്നത്. മെമ്മറി പെർഫോമൻസിൽ നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് റേറ്റുകൾ അറിഞ്ഞിരിക്കണം, ഹിറ്റ് റേറ്റും മിസ് റേറ്റും. ഹിറ്റ് റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു മെമ്മറി ഹൈറാർക്കിയിൽ ഇപ്പൊ ഞാൻ ആദ്യം ക്യാഷിൽ പോയി നോക്കുന്നു ഒരു ഡേറ്റ, നിയർലി യൂസ് ചെയ്ത ഡേറ്റ ആണെങ്കിൽ അത് ക്യാഷിൽ നമുക്ക് അവൈലബിൾ ആകുന്നു, അങ്ങനെയാണെങ്കിൽ എന്താണ് ഒരു ഹിറ്റ് ആണ്. എനിക്ക് ഞാൻ അന്വേഷിച്ച് നടന്ന ഡേറ്റ ഹൈറാർക്കിയുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെവലിൽ എനിക്ക് കിട്ടി, അങ്ങനെയാണെങ്കിൽ അതിനെ ഹിറ്റ് റേറ്റിനെ ഉദ്ദേശിക്കുന്നു. എന്നാൽ മിസ് റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇപ്പൊ ഞാൻ ഒരു ഡേറ്റ ഫെച്ച് ചെയ്യാൻ നോക്കുവാണ്, ആ ഡേറ്റ ഞാൻ ആദ്യം ക്യാഷിൽ നോക്കുന്നു, എനിക്ക് കിട്ടുന്നില്ല. ദെൻ നെക്സ്റ്റ് ലൊക്കേഷനായ മെയിൻ മെമ്മറി പോയി നോക്കുന്നു, അവിടെയും കിട്ടുന്നില്ല. ദെൻ നെക്സ്റ്റ് ലൊക്കേഷനായ ഹാർഡ് ഡിസ്കിൽ പോയി എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു. സോ അതിനെയാണ് മിസ് റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മിസ് റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ഒരു ലെവലിൽ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നില്ല, ആ നെക്സ്റ്റ് ലെവലിൽ പോയി നോക്കേണ്ട സിറ്റുവേഷൻ വരുന്നു. സോ അത് കഴിഞ്ഞിട്ടുള്ള ലെവലിൽ ചിലപ്പോൾ പോകേണ്ട സിറ്റുവേഷൻ വരുന്നു. ആ ഒരു കൺസെപ്റ്റ് ആണ് ഹിറ്റ് റേറ്റും മിസ് റേറ്റും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തിനാണ് ഹിറ്റ് റേറ്റ് മിസ് റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ആ ഇതിന്റെ എക്സിക്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പ്രോസസറിന്റെ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ മെമ്മറിയുടെ എക്സിക്യൂഷൻ അല്ലെങ്കിൽ എന്താണ് പെർഫോമൻസ് ഓഫ് എ മെമ്മറി സിസ്റ്റം മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഹിറ്റ് റേറ്റുകളും മിസ് റേറ്റുകളും ഉപയോഗിക്കുന്നത്. പെർഫോമൻസ്, മെമ്മറി സിസ്റ്റത്തിന്റെ പെർഫോമൻസ് മെഷർ ചെയ്യാനുള്ള ഒരു ക്വാണ്ടിറ്റേറ്റീവ് വേസ് ആണ് ഈ ഹിറ്റ് റേറ്റ് മിസ് റേറ്റ് എന്ന് പറയുന്നത്. മിസ് റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളോട് എഴുതിയിട്ടുണ്ട് നമ്പർ ഓഫ് മിസ്സസ്, എത്രത്തോളം മിസ്സസ് ആയി, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടോട്ടൽ മെമ്മറി ആക്സസ് ആണ്. എത്രത്തോളം മെമ്മറി ആക്സസ് ചെയ്യാനുള്ള നമ്പർ ഉണ്ട് അല്ലെങ്കിൽ ഫിറ്റ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷന്റെ നമ്പർ ഉണ്ട്. അത് എത്രത്തോളം മിസ്സസ്, നമ്മളിപ്പോ ഒരു ആദ്യം ക്യാഷിൽ നോക്കി മിസ്സായി പോയി, നെക്സ്റ്റ് അടുത്ത് പോയി ക്യാഷ്വലി നോക്കി മിസ് ആവുന്നത്. സോ ആ ഒരു കൺസെപ്റ്റ് ആണ് നമ്പർ ഓഫ് മിസ്സസ് എന്ന് പറയുന്നത്, നമ്പർ ഓഫ് മിസ്സസ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ദെൻ ഹിറ്റ് റേറ്റ് എന്താണ്, നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് ക്യാഷ്വലിൽ നിന്ന് കിട്ടുന്നു അല്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മെയിൻ മെമ്മറിയിൽ നിന്ന് കിട്ടുന്നു. എവിടെയാണോ നമ്മൾ സെർച്ച് ചെയ്യുന്നത് ആ ലെവൽ അനുസരിച്ച് നമുക്ക് ആ ഒരു പോസിബിലിറ്റി കണ്ടെത്താനുള്ള പോസിബിലിറ്റി, ഡേറ്റ ഫൗണ്ട് എന്നുള്ളതാണ് ഹിറ്റ് റേറ്റിൽ അത് പറയുന്നത്. സോ നമ്പർ ഓഫ് ഹിറ്റ്സ് ബൈ നമ്പർ ഓഫ് ടോട്ടൽ മെമ്മറി ആക്സസ് ആയിരിക്കും എന്താ ഹിറ്റ് റേറ്റ് എന്ന് പറയുന്നത്. അത് രണ്ടും ഇപ്പൊ മിസ് റേറ്റ് എന്ന് പറയുന്നത് 1 മൈനസ് ഹിറ്റ് റേറ്റ് എന്നും ഹിറ്റ് റേറ്റ് എന്ന് പറയുന്നത് 1 മൈനസ് മിസ് റേറ്റ് എന്ന് പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്, മിസ് റേറ്റും ഹിറ്റ് റേറ്റും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വലി എത്ര വരണം, 1 വരണം എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് അവിടെ പറയുന്നത്. ഇനി ആവറേജ് മെമ്മറി ആക്സസ് ടൈം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. ആവറേജ് മെമ്മറി ആക്സസ് ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു മെമ്മറി ലോഡ് ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാൻ, ഒരു ഇൻസ്ട്രക്ഷനെ ലോഡ് ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാൻ എത്രത്തോളം ടൈം വെയിറ്റ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻ. ചിലപ്പോൾ എന്തായിരിക്കും,
ആദ്യം ഡേറ്റയിൽ ക്യാഷിൽ പോയി നോക്കുന്നു, അവിടെ ക്യാഷിൽ ഇല്ല എങ്കിൽ ക്യാഷിൽ മിസ്സാവുന്നെങ്കിൽ പ്രോസസർ എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് മെയിൻ മെമ്മറി പോയി ലോക്ക് ചെയ്യുന്നു. അങ്ങനെ ഓരോ ടൈമിലും ഉണ്ടാകുന്ന ഡിലേ, ആ ഒരു കൺസെപ്റ്റ് ആണ് ആവറേജ് ടൈം മെമ്മറി ആക്സസ് ടൈം എന്ന് പറയുന്നത്. അത് ക്യാഷിൽ ഉണ്ടാകുന്ന ടൈം ഡിലേ ആകാം, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ മെയിൻ മെമ്മറിയിൽ ഉണ്ടാകുന്ന ടൈം ഡിലേ ആവാം. അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ആവറേജ് ആക്സസ് മെമ്മറി ടൈം നമ്മൾ പറയുന്നത്. ഇനി അവിടെ ഒരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്. ആവറേജ് മെമ്മറി ആക്സസ് ടൈം എന്ന് പറയുന്നത് ടി ക്യാഷെ പ്ലസ് എം ആർ ക്യാഷെ ഓഫ് ടി എം എം പ്ലസ് എം ആർ എം എം ഓഫ് ടി എം വി എം ആണ്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മളിപ്പോ ആദ്യം ക്യാഷിൽ പോയി നോക്കുന്നു. ക്യാഷിൽ പോയി നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ അവിടെ ഒരു ഡിലേ വരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, മെയിൻ മെമ്മറി പോയി നോക്കുന്നു. മെയിൻ മെമ്മറി പോയി നോക്കുമ്പോൾ നമുക്ക് അവിടെ എന്താണ്, അവിടെയും പോസിബിൾ ആയില്ല എങ്കിൽ നെക്സ്റ്റ് വെർച്വൽ മെമ്മറി ലൊക്കേഷനിലേക്ക് നമ്മൾ പോയി നോക്കേണ്ട സിറ്റുവേഷൻ വരുന്നു. സോ അതാണ് ടി വി എം എന്ന് പറയുന്നത്, വെർച്വൽ മെമ്മറിയിൽ പോകുന്ന സിറ്റുവേഷൻ. അതിനെ രജിസ്റ്റർ നമ്മുടെ മെയിൻ മെമ്മറിയിൽ ഉണ്ടാകുന്ന ആ ഒരു ഡിലേ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷം അവിടെ ഉണ്ടാകുന്ന ഡിലേനെ ആഡ് ചെയ്ത് അവിടെ ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത സിറ്റുവേഷൻ ആണ് ആവറേജ് മെമ്മറി ആക്സസ് ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആവറേജ് മെമ്മറി ആക്സസ് ടൈം എന്ന് പറഞ്ഞപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. ഒരു പ്രോഗ്രാമിൽ 2000 ലോഡ് ആൻഡ് സ്റ്റോർ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. 1250 of the data value in cache rest supplied by the levels of other hierarchy. What are the cache hit and miss rate എന്നാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ട് ലെവൽസ് ഓഫ് ഹൈറാർക്കി ആണോ ഉള്ളത് എങ്കിൽ, അല്ല ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്, ടോട്ടൽ നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട് 2000 ആണ്. Then 1250 of these data value is in cache. സോ ഹിറ്റ് റേറ്റ് ക്യാഷയിൽ വന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഡേറ്റ വാല്യൂസിന്റെ നമ്പർ എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ അതെന്താണ്, നമ്പർ ഓഫ് ഹിറ്റ് ആണ് 1250. 2000 ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ 2000 ഒരു പ്രോഗ്രാമിലെ 2000 ലോഡ് ആൻഡ് സ്റ്റോർ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻസ് നമ്മുടെ ആ ഒരു ടോട്ടൽ അതാണ്. അതിൽ 2000-ൽ 1250 നമുക്ക് ക്യാഷ് സെർച്ച് ചെയ്യുന്നതിലൂടെ കിട്ടുന്നു. സോ അവിടുത്തെ ഹിറ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, ആ 1250 ഡിവൈഡഡ് ബൈ 2000 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹിറ്റ് റേറ്റ് കൺസെപ്റ്റ് കിട്ടും. ഇനി അത് മിസ് റേറ്റ് ആണെങ്കിലോ, ഈ 2000-ൽ 1250 എണ്ണം ഒഴിച്ച് ബാക്കി 750 എണ്ണം എന്താണ് ക്യാഷിൽ സെർച്ച് ചെയ്താൽ കിട്ടില്ല. അപ്പൊ അതിന്റെ മിസ് റേറ്റ് എന്ന് പറയുന്നത് ആ 750 ബൈ 2000 ആയിരിക്കും. സോ ആ ഒരു കൺസെപ്റ്റ് ആണ് ഹിറ്റ് റേറ്റ് ആണ് മിസ് റേറ്റ് പറയുന്നത്. ഹിറ്റ് റേറ്റും മിസ് റേറ്റും എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സിസ്റ്റത്തിന്റെ മെമ്മറി പെർഫോമൻസിനെ വാല്യുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വാണ്ടിറ്റേറ്റീവ് വാല്യുവേഷൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട്, സപ്പോസ് പ്രോസസർ ഹാസ് 2 ലെവൽസ് ഓഫ് ഹൈറാർക്കി, 2 ലെവൽ ഹൈറാർക്കി ആണുള്ളത്, ക്യാഷെയും മെയിൻ മെമ്മറിയും. ടി ക്യാഷെ എന്ന് പറയുന്നത് 1 സൈക്കിളും ടി മെമ്മറി എന്ന് പറയുമ്പോൾ 100 സൈക്കിളും ആണെങ്കിൽ ആവറേജ് എന്താണ് മെമ്മറി ആക്സസ് ടൈം എന്ന് പറയുന്നത് എന്താണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ആവറേജ് മെമ്മറി ആക്സസ് ടൈം കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ടി ക്യാഷെ പ്ലസ് ടി എം എം ഓഫ് ആ ഒരു കൺസെപ്റ്റിൽ ആ ഒരു ഇക്വേഷനിൽ ആഡ് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് ഇക്വേഷൻ ഓൾറെഡി പഠിച്ചല്ലോ. ടി ക്യാഷെ പ്ലസ് എം ആർ ക്യാഷെ ടി എം എം പ്ലസ് അവിടെ 1 ആണ് വരുന്നത്, എല്ലാം 1 ആയി പോകും. ദെൻ ഇവിടെ പ്ലസ് ഇതിന്റെ കൂടെ ഇതിനെ ആഡ് ചെയ്യേണ്ടി വരും. എത്രയാണ് ഇവിടെ വന്നത്, 1 ഉം 100 സൈക്കിൾസും ആണ്. സോ ആ ഒരു കൺസെപ്റ്റ് ആഡ് ചെയ്ത് ആ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ AMAT കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇത് പ്രോബ്ലം ആയിട്ടൊന്നും ചോദിക്കില്ലായിരിക്കും, ബട്ട് സ്റ്റിൽ എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന അടുത്തൊരു കൺസെപ്റ്റ് ആണ് ക്യാഷെ എന്ന് പറയുന്നത്. എന്താണ് ക്യാഷെ, ക്യാഷെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ ക്യാഷെ എന്തിനാണ്, ആ ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ വരുന്നത്. സോ ഓക്കെ, അപ്പൊ നമ്മൾ മെമ്മറി സിസ്റ്റത്തിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. മൊഡ്യൂൾ 3 ആണ്. മെമ്മറി എന്താണ്, മെമ്മറിയിലെ ഹൈറാർക്കിയൽ സിസ്റ്റം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മെമ്മറിയിൽ 3 ഐഡിയൽ സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ 3 ഐഡിയൽ ബിഹേവിയർ വെച്ചുകൊണ്ടാണ് നമുക്കൊരു മെമ്മറി ഐഡിയൽ ആണെന്ന് പറയാൻ പറ്റുന്നത്. ആ ഒരു കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഡിഫറെന്റ് ടൈപ്സിലുള്ള മെമ്മറീസിനെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നു. അതിനൊരു ലെയേർഡ് ആർക്കിടെക്ചറിൽ ലെയർ വൈസ് ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നു. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഒരു ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ആക്കി കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതനുസരിച്ചാണ് നമ്മൾ മെമ്മറി സിസ്റ്റത്തിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ നമുക്ക് പറ്റുന്നത്. സോ നമ്മൾ നെക്സ്റ്റ് കൺസെപ്റ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് കണ്ടന്റ് എന്ന് പറയുന്നത് ക്യാഷെ ആണ്. ക്യാഷെ എന്താണ്, മെമ്മറി ഹൈറാർക്കിയിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെവൽ അല്ലെങ്കിൽ ഹയസ്റ്റ് ലെവലിൽ വരുന്നതാണ് ക്ലോസസ്റ്റ് CPU. CPUന് ക്ലോസ് ആയിട്ട് CPUന്റെ അടുത്ത് തന്നെ വരുന്ന ഹയസ്റ്റ് ലെവലിൽ വരുന്ന ഒരു മെമ്മറിയാണ് എന്ത് പറയുന്നത്, ക്യാഷെ എന്ന് പറയുന്നത്. അത് ആക്ച്വലി ഒരു സൂപ്പർ ഫാസ്റ്റ് പ്രോസസറിന്റെയും അതല്ലെങ്കിൽ സ്ലോവർ മെയിൻ മെമ്മറിയുടെയും ഇൻ ബിറ്റ്വീൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു ബഫർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. അതായത് നമുക്ക് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസിന് ഓക്കെ, നമ്മൾ ക്യാഷെ ആണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത്. ക്യാഷെ എന്ന് പറയുന്നത് എന്താണ്, ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെവലിൽ വരുന്ന ഹൈറാർക്കിയിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെവലിൽ വരുന്ന ഒരു ഹയസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഫാസ്റ്റ് ആയിട്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരു മെമ്മറിയാണ് ക്യാഷെ എന്ന് പറയുന്നത്. ക്യാഷെ ആക്ച്വലി എന്താണ്, ഒരു ബഫർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ആരൊക്കെ തമ്മിലുള്ള, നമ്മൾ സൂപ്പർ ഫാസ്റ്റ് പ്രോസസറും അതുപോലെ തന്നെ നമ്മുടെ മെയിൻ മെമ്മറീസും തമ്മിലുള്ള, സ്ലോവർ ആയിട്ടുള്ള മെയിൻ മെമ്മറി തമ്മിലുള്ള ഒരു ബഫർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ദെൻ ക്യാഷെ എന്ന് പറയുന്നത് എക്സ്ട്രീംലി ഫാസ്റ്റ് ആണ്. അതായത് ടിപ്പിക്കലി ആക്സസിബിൾ ആയിട്ട് 1 CPU സൈക്കിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CPUവിന്
ബില്യൺസ് ഓഫ് ഇൻസ്ട്രക്ഷൻസിന് പെർ സെക്കൻഡിൽ എക്സിക്യൂട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. സോ ആ ഒരു സ്പീഡിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിക്കാണ് നമ്മൾ ക്യാഷ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഐഡിയൽ കണ്ടീഷൻസ് ആയ ഫാസ്റ്റ് ആൻഡ് ചീപ്പ്, ആ രണ്ട് കണ്ടീഷൻസ് ആണ് ഇതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഏറ്റവും സൂപ്പർ ഫാസ്റ്റ് എന്നുള്ള രീതിക്ക് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് എന്ന് പറയുന്നത് നമ്മുടെ ക്യാഷ് എന്ന് പറയുന്നത്. ഇനി ക്യാഷിൽ എന്താണ്, പ്രോസസ്സറിന് ആവശ്യമായിട്ടുള്ള മോസ്റ്റ് ഓഫ് ദി ഡേറ്റാസും പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ക്യാഷിയുടെ ഡ്യൂട്ടിയാണ്. അത് നമ്മൾ റീസെന്റ് ആക്സസ് ചെയ്യുന്ന ഡേറ്റാസ്, അതിനാണ് ടെമ്പറൽ ലൊക്കാലിറ്റി കൊണ്ട് ഉദ്ദേശിച്ചത്. നമ്മൾ ഡേറ്റ റീസെന്റ് ആക്സസ് ചെയ്ത അല്ലെങ്കിൽ അഡ്രസ് ചെയ്ത ഡേറ്റാസിനെ സ്റ്റോർ ചെയ്ത് വെച്ച് അത് പ്രോസസ്സറിന് ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ അവൈലബിൾ ആക്കി കൊടുക്കുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, സി പി യുന്റെ സ്പീഡിനെ മാച്ച് ചെയ്യുന്ന രീതിക്ക് ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മെമ്മറി ഹൈറാർക്കിയൽ സ്ട്രക്ചറിൽ ആക്ട് ചെയ്യുക എന്നുള്ളതാണ് ക്യാഷിയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. പിന്നെ അവിടെ പറയുന്നത് എന്താണ്, പ്രോസസർ ചിപ്പിനകത്താണ് എന്ത് ചെയ്യുന്നത്, സി പി യും അതുപോലെ തന്നെ ക്യാഷിയും വരുന്നത്. സി പി എന്ത് ചെയ്യുന്നു, ആദ്യം ഡേറ്റയ്ക്ക് വേണ്ടിയിട്ട് ക്യാഷിയിലാണ് ചെക്ക് ചെയ്യുന്നത്. ക്യാഷിയിൽ കിട്ടുകയാണെങ്കിൽ, അതായത് ഒരു ഹിറ്റ് ആണെങ്കിൽ സി പി അത് പെട്ടെന്ന് കണ്ടെത്തുന്നു. അതൊരു മിസ് ആണെങ്കിൽ നെക്സ്റ്റ് ഹൈറാർക്കിയിൽ നെക്സ്റ്റ് സ്ട്രക്ചറായ മെയിൻ മെമ്മറിയിലേക്ക് പോകാനുള്ള ഒരു റിക്വസ്റ്റ് ഫോർവേഡ് ചെയ്യുന്നു. പിന്നെയും കണ്ടില്ലെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അതിനേക്കാളും കുറച്ചുകൂടി സ്ലോ ആയിട്ടുള്ള ലൈക്ക് ഹാർഡ് ഡിസ്ക് പോലുള്ള കണ്ടന്റിലേക്ക് സെർച്ചിന് പോകുന്നുള്ളൂ. എന്തുകൊണ്ടാണ് ക്യാഷ് മാറ്റർ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ക്യാഷ് ഇല്ലാതെ എന്താണ് സി പി യുവിന് മെയിൻ മെമ്മറീസിനെ ആക്സസ് ചെയ്യേണ്ടി വരുന്നു. സോ മെയിൻ മെമ്മറിനെ ആക്സസിങ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ സ്ലോ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ് ആണ്. സോ അതുകൊണ്ട് തന്നെ ക്യാഷ് ഉണ്ടെങ്കിൽ നമ്മളെ ആ ഒരു പ്രോസസറിന്റെ സ്പീഡിനനുസരിച്ച് നമുക്ക് ഇൻഫർമേഷൻസ് നിയർലി എന്താണ് എക്സാക്ട്ലി നെക്സ്റ്റ് വേണ്ടത്, ആ ഒരു കാൽക്കുലേഷൻ കാര്യങ്ങളൊക്കെ പോസിബിൾ ആക്കാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ആർക്കുണ്ട്, ക്യാഷിക്കുണ്ട്. സോ അതുകൊണ്ടാണ് മോഡേൺ പ്രോസസ്സേഴ്സിനകത്ത് മൾട്ടിപ്പിൾ ലെവൽസ് ഓഫ് ക്യാഷസ് L1, L2, L3 പോലുള്ള സ്പീഡ് ആൻഡ് സൈസിനെ ബാലൻസ് ചെയ്യുന്ന രീതിക്കുള്ള മൾട്ടിപ്പിൾ ക്യാഷസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ക്യാഷിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഫസ്റ്റ് പറയുന്നത് ക്യാഷ് എന്ന് പറയുന്നത് ഹയസ്റ്റ് ലെവൽ, മെമ്മറി ഹൈറാർക്കിയിൽ ഏറ്റവും ഹയസ്റ്റ് ലെവൽ അല്ലെങ്കിൽ ടോപ്പ് ലെവലിൽ വരുന്നതാണ്. ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മെമ്മറി എന്താണെന്ന് പറയുന്നത് ക്യാഷ് എന്ന് പറയുന്നത്. ഇത് പ്രോസസറിന് ആവശ്യമായിട്ടുള്ള ഡേറ്റാസിനെ സപ്ലൈ ചെയ്യുന്നു. ദെൻ മോസ്റ്റ് റീസെന്റ് ആയിട്ടുള്ള നമ്മൾ യൂസ് ചെയ്ത അല്ലെങ്കിൽ അഡ്രസ് ചെയ്ത അല്ലെങ്കിൽ ആക്സസ് ചെയ്ത ഡേറ്റാസിനെ അത് ഹോൾഡ് ചെയ്യുന്നു. സോ ക്യാഷിയോട് കാണിക്കുന്ന എവിടെയാണ്, പ്രോസസർ ചിപ്പിന്റെ അകത്ത് സി പി യുന് നിയർ ആയിട്ടാണ് ക്യാഷ് വരുന്നത്. ക്യാഷിയിൽ ആദ്യം പോയി സെർച്ച് ചെയ്യുന്നു. ക്യാഷിയിൽ ഉണ്ടെങ്കിൽ അതൊരു ഹിറ്റ് ആണ്, ഇല്ല എങ്കിൽ മിസ് ആവുന്നു. മിസ് ആണെങ്കിൽ നെക്സ്റ്റ് ലൊക്കേഷനായ മെയിൻ മെമ്മറിയിലേക്ക് നമ്മൾ സെർച്ചിന് വിടുന്നു. ദെൻ ക്യാഷ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എന്ത് തരത്തിലുള്ള ഡേറ്റയാണ് ഹെൽഡ് ചെയ്തത്, എങ്ങനെയാണ് ഡേറ്റ ഫൗണ്ട് ചെയ്യുന്നത്, ഈ ഒരു കാര്യങ്ങൾ പറയുന്നു. അതായത് ക്യാഷ് മെയിൻ ആയിട്ട് നോക്കുന്നത്, അതായത് ഒരു സി പി യുനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു പ്രോസസറിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഡേറ്റാസ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡേറ്റാസിനെയാണ് അത് ആന്റിസിപ്പേറ്റ് ചെയ്യുന്നത്, അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ക്യാഷ് ആക്ച്വലി വർക്ക് ചെയ്യുന്നത്. പക്ഷെ എന്താണ്, ഫ്യൂച്ചറിൽ പ്രൊഡിക്ഷൻ എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം സി പി യിൽ പല ടൈപ്പിലുള്ള എക്സിക്യൂഷൻസും കാര്യങ്ങളും വരുന്നു. സോ നമ്മൾ റീസെന്റ് യൂസ് ചെയ്ത ഇൻസ്ട്രക്ഷൻസിനെ അല്ലെങ്കിൽ റീസെന്റ് യൂസ് ചെയ്ത ഡേറ്റാസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും ഇവിടുത്തെ എന്ത് ചെയ്യുന്നത്, ആന്റിസിപ്പേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോ ടെമ്പററി അല്ലെങ്കിൽ സ്പെഷ്യൽ ലൊക്കാലിറ്റിയിൽ സ്റ്റോർ ചെയ്യുന്ന ഡേറ്റാസിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ടെമ്പററി ആണെന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിപ്പോ തൽക്കാലം നമ്മൾ ആദ്യം ആ ഒരു സി പി യു അല്ലെങ്കിൽ ഒരു പ്രോസസ്സർ ഒരു പ്രോബ്ലം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പ്രോബ്ലം എന്ന് പറയുന്നത് ഫാക്ടോറിയലുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ആണെങ്കിൽ അതിന് ആവശ്യമായിട്ട് വരുന്ന ഡേറ്റാസ് നമ്മൾ യൂസ് ചെയ്യുന്നു. ആ യൂസ് ചെയ്യുന്ന ഡേറ്റാസിനെ പിന്നെയും കൊണ്ട് മെയിൻ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാതെ ആ ക്യാഷിയിലേക്ക് സ്റ്റോർ ചെയ്ത് നമുക്ക് റിപ്പീറ്റഡ്ലി പിന്നീട് ആവശ്യമായിട്ട് വരുന്നതാണോ എന്നുള്ളൊരു ആ ഒരു ആന്റിസിപ്പേഷൻ നിലനിർത്തുന്ന കേസാണ് ഈ ക്യാഷിയുടെ എന്ന് പറയുന്നത്. എന്നാൽ എന്താണ്, ഇനി സ്പേഷ്യൽ ലൊക്കാലിറ്റി എന്ന് വെച്ചാൽ എന്താണ്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് അടുത്തായിട്ട് ഇപ്പൊ മെയിൻ മെമ്മറിയിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു പ്രോബ്ലവുമായി ബന്ധപ്പെട്ട് നമുക്ക് പോസിബിലിറ്റി ഉള്ള ചില ഡേറ്റാസിനെ കൂടി മെയിൻ മെമ്മറിയിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് നമ്മുടെ ക്യാഷിലേക്ക് കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യുന്ന സഭ. ഇനി ക്യാഷയുടെ കുറച്ച് ടേംസ് ഉണ്ട്. അതായത് കപ്പാസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ബ്ലോക്ക് സൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്പർ ഓഫ് ബ്ലോക്സ് എത്രയാണ്, ഡിഗ്രി ഓഫ് അസോസിയേറ്റിവിറ്റി എന്താണ്, നമ്പർ ഓഫ് സെറ്റ്സ് എന്താണ്. ക്യാഷുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ടെർമിനോളജീസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ക്യാഷിയുടെ കുറച്ച് ടേംസ് അല്ലെങ്കിൽ ക്യാഷുമായി ബന്ധപ്പെട്ട കുറച്ച് ടേംസ് ആണ് ഇവിടെ പറയാൻ പോകുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് കപ്പാസിറ്റി ആണ്. കപ്പാസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ക്യാഷിക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഡേറ്റ ബൈറ്റ്സ് ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ഡേറ്റ ബൈറ്റ്സ്. അതായത് ഇപ്പൊ ഒരു ക്യാഷിക്ക് 32 KB കപ്പാസിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ അത്രയും മാക്സിമം ഡേറ്റ മാത്രമേ അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇത് കപ്പാസിറ്റി അഥവാ സി എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ബ്ലോക്ക് സൈസ് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സമയത്ത് നമ്മൾ ആ ക്യാഷിലേക്ക് ബ്രോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ക്യാഷിലേക്ക് ബ്രിങ് ചെയ്യുന്ന യൂണിറ്റ് ഓഫ് ഡേറ്റയാണ്. അതായത് ബ്ലോക്ക് സൈസ് ഈക്വൽ ടു 64 ബൈറ്റ് ആണെങ്കിൽ എവറി ക്യാഷ് മിസ് ലോഡ് 64 ബൈറ്റ്സ് ഫ്രം മെയിൻ മെമ്മറി.
64 ബൈറ്റ്സ് മെയിൻ മെമ്മറിയിൽ നിന്ന് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന അല്ലെങ്കിൽ ആ ഒരു മിസ് റേറ്റിനെയാണ് ഇവിടെ എന്ത് ഉദ്ദേശിക്കുന്നത്, ബ്ലോക്ക് സൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കപ്പാസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ടോട്ടൽ നമ്പർ ഓഫ് ഡേറ്റ ബൈറ്റ്സ് ദാറ്റ് ക്യാഷെ ക്യാൻ ഹോൾഡ്, ക്യാഷെക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഡേറ്റ ബൈറ്റ്സ് ആണ്. ഈ ബ്ലോക്ക് സൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യൂണിറ്റ് ഓഫ് ഡേറ്റ ബ്രോട്ട് ഇൻ ടു ക്യാഷ് അറ്റ് വൺ ടൈം, നമ്മുടെ ആ ക്യാഷിൽ ഹോൾഡ് ചെയ്യാതെ ക്യാഷിലേക്ക് ആവശ്യമായിട്ട് എന്നാൽ മെയിൻ മെമ്മറിയിൽ നിന്ന് നമ്മൾ ഫെച്ച് ചെയ്ത് കൊണ്ടുവരുന്ന ആ ഒരു ടൈപ്പ് ബൈറ്റ് സൈസിനെയാണ്, ബ്ലോക്ക് സൈസിനെയാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ യൂണിറ്റ് ഓഫ് ഡേറ്റനെയാണ് ബ്ലോക്ക് സൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ബി എന്ന് പറയുന്നത്. സോ നമ്പർ ഓഫ് ബ്ലോക്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാഷ് എന്ന് പറയുന്നത് ബ്ലോക്സ് ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ടോട്ടൽ നമ്പർ ഓഫ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഈ കപ്പാസിറ്റി ഡിവൈഡഡ് ബൈ എന്തായിരിക്കും, ഈ ബ്ലോക്ക് സൈസ് ആയിരിക്കും. കപ്പാസിറ്റി ഡിവൈഡഡ് ബൈ ബ്ലോക്ക് സൈസ് ആണ് നമ്പർ ഓഫ് ബ്ലോക്സിന്റെ ക്യാഷ് എന്ന് പറയുന്നത്. ഇനി അവിടെ നമ്പർ ഓഫ് ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്താണ്, ക്യാഷിയുടെ കപ്പാസിറ്റി 32 KB എന്ന് നമ്മൾ പറഞ്ഞു. അവിടെ ബ്ലോക്ക് നമ്മൾ കൊണ്ടുവരുന്നത് ബ്ലോക്ക് സൈസ് അല്ലെങ്കിൽ നമുക്കൊരു മെയിൻ മെമ്മറിയിൽ നിന്ന് യൂണിറ്റ് ഓഫ് ഡേറ്റ കൊണ്ടുവരാൻ പറ്റുന്നത് 64 ബൈറ്റ്സ് ആണെങ്കിൽ അതിന്റെ നമ്പർ ഓഫ് ബ്ലോക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം 32 ഇൻറ്റു ലൈക്ക് ആ ഒരു 64 എന്നുള്ളതിനെ KB-യിലാണല്ലോ 32 KB എന്നുള്ളതിനെ ആ ഒരു ബൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് KB എന്ന് പറയുന്നതിന്റെ വാല്യൂ ആയ 1024 മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിനെ ഡിവൈഡഡ് ബൈ എത്രയാണോ അതിന്റെ ബ്ലോക്ക് സൈസ് എന്ന് പറയുന്നത് 64 ബൈറ്റ് ആണ് നമ്മൾ പറഞ്ഞു. അപ്പൊ 64 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 32 into 1024 ഡിവൈഡ് ബൈ 64, അതായത് 512 ബ്ലോക്സ് ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. സോ എത്രയാണോ അതിന്റെ കപ്പാസിറ്റി ഡിവൈഡഡ് ബൈ എത്രയാണോ അതിന്റെ ബ്ലോക്ക് സൈസ്, അതാണ് എന്ത് പറയുന്നത് അവിടുത്തെ നമ്പർ ഓഫ് ബ്ലോക്സ് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ബ്ലോക്സ് ഉദ്ദേശിക്കുന്നത് ക്യാഷിനെ നമ്മൾ ഡിഫറെന്റ് ബ്ലോക്സുകളായിട്ടാണ് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതിന്റെ ബ്ലോക്കിന്റെ നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് C/B ചെയ്യുന്നത്. ഇനി ഡിഗ്രി ഓഫ് അസോസിയേറ്റിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര ബ്ലോക്ക് ബിലോങ് ചെയ്തിട്ടാണ് ഒരു സെറ്റ് ക്രിയേറ്റ് ആവുന്നത്. അതായത് നമ്മൾ പറയില്ലേ ലൈക്ക് എന്താണ്, ഒരു സെറ്റ് ലൈക്ക് ഡിഫറെന്റ് ബ്ലോക്കുകൾ ചേർന്ന് ക്രിയേറ്റ് ആവുന്ന ഒരു സെറ്റ് എന്നുള്ള കൺസെപ്റ്റ് എത്ര നമ്പർ ഓഫ് ബ്ലോക്കുകൾ ചേർന്നിട്ട് അല്ലെങ്കിൽ ഹൗ മെനി ബ്ലോക്സ് ബിലോങ് ചെയ്യുന്നു ഒരു സെറ്റിലേക്ക്, അത് ഡയറക്റ്റ് മാപ്ഡ്, ഫുള്ളി അസോസിയേറ്റീവ്, സെറ്റ് അസോസിയേറ്റീവ് അങ്ങനെയുള്ള കൺസെപ്റ്റ് ആണ് വരുന്നത്. ഒരു മെമ്മറി അഡ്രസ്സും എന്ത് ചെയ്യുന്നത് എക്സാക്ട്ലി ഒരു ബ്ലോക്ക് വെച്ചാണ് മാപ്പ് ചെയ്തിരിക്കുന്നത്, അതിന് ഡയറക്റ്റ് മാപ്പ് എന്ന് പറയും. ഏതെങ്കിലും ബ്ലോക്കിനെ എവിടെ വേണമെങ്കിലും പോകാമെങ്കിൽ അതിനെ ഫുള്ളി അസോസിയേറ്റീവ് എന്ന് പറയും. ഇനി ബ്ലോക്സിനെ സെറ്റ് ആക്കി ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നു, ഓരോ സെറ്റിനും n ബ്ലോക്സ് ഉണ്ട്, ആ ഒരു കൺസിഡറേഷൻ ഒക്കെ വരികയാണെങ്കിൽ അതിനെ സെറ്റ് അസോസിയേറ്റീവ് എന്ന് പറഞ്ഞ് ആ ഒരു ഡിഗ്രി പറയാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ആ സെറ്റ് എന്നുള്ള കൺസെപ്റ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അത് പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് വിളിക്കുന്നത്, ഈ ഡിഗ്രി ഓഫ് അസോസിയേറ്റീവ് അഥവാ ക്യാപിറ്റൽ N കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്കവിടെ നമ്പർ ഓഫ് സെറ്റ്സ് എത്രയാണ്, ഒരു ക്യാഷിയെ സംബന്ധിച്ചിടത്തോളം നമ്പർ ഓഫ് സെറ്റ്സ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാഷിൽ നമ്മൾ സെറ്റ്സ് ആദ്യം ബ്ലോക്സ് ആക്കി ഡിവൈഡ് ചെയ്യുന്നു, ഈ ബ്ലോക്സിന്റെ ഒരു കൂട്ടത്തിനാണ് സെറ്റ്സ് ആക്കി ഡിവൈഡ് ചെയ്യുന്നത്. സോ ഈ സെറ്റുകൾ എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി, ആ നമ്പർ ഓഫ് ബ്ലോക്സ് ഡിവൈഡഡ് ബൈ ഡിഗ്രി ഓഫ് അസോസിയേറ്റിവിറ്റി കണ്ടുപിടിച്ചാൽ മതി. നമ്പർ ഓഫ് ബ്ലോക്സ് എത്രയാണോ അതിനെ ഡിഗ്രി ഓഫ് അസോസിയേറ്റിവിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എത്ര സെറ്റുകളാണ് ആ ക്യാഷിയുമായി ബന്ധപ്പെട്ട് വരുന്നത് എന്ന് പറയാൻ പറ്റും. സോ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ടേംസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ടേംസ് അല്ലെങ്കിൽ ഈ പാരാമീറ്റേഴ്സ് ആണ് ഡിഫൈൻ ചെയ്യുന്നത് ക്യാഷിയുടെ ഓർഗനൈസേഷനും അതിനെ അതേപോലെ എന്താണ് അതിന്റെ ഹിറ്റ് റേറ്റിനെ അഫക്ട് ചെയ്യുന്ന എന്താണ്, ആക്സസ് സ്പീഡിനെ അഫക്ട് ചെയ്യുന്ന എന്താണ്, ഹാർഡ്വെയർ കോംപ്ലക്സിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ഈ ടേംസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ടേംസ് എന്ന് മസ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കണം. ഒരു ക്യാഷിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കപ്പാസിറ്റി എന്താണ്, ഒരു ക്യാഷിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ബ്ലോക്ക് സൈസ് എന്താണ്, നമ്പർ ഓഫ് ബ്ലോക്സ് എങ്ങനെ കണ്ടുപിടിക്കാം, നമ്പർ ഓഫ് സെറ്റ്സ് എങ്ങനെ കണ്ടുപിടിക്കാം, ആ ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ ടേംസ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അതായത് എന്താണ്, സി കപ്പാസിറ്റി എന്ന് പറയുന്നത് 8 വേർഡ് ആണ്, ബി എന്ന് പറയുന്നത് 1 വേർഡ് ആണ്, ബ്ലോക്ക് സൈസ് എന്ന് പറയുന്നത്. സോ നമ്പർ ഓഫ് ബ്ലോക്ക് എത്രയായിരിക്കും, നമ്പർ ഓഫ് ബ്ലോക്ക് എന്ന് പറയുന്നത് വേർഡ്സിൽ പറഞ്ഞിരിക്കുന്നുണ്ട്, 8/1 ചെയ്താൽ മതി, ജസ്റ്റ് 8 എന്ന് കിട്ടുന്നു. ഇനി നമ്മളവിടെ പറഞ്ഞു ഡിഫറെന്റ് ടൈപ്പിലുള്ള അസോസിയേറ്റിവിറ്റി ഉണ്ട്, ആ ഒരു കൺസെപ്റ്റ് ആണ് നെക്സ്റ്റ് ഇതിലേക്ക് വരുന്നത്. ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നില്ല, കുറച്ച് ലെങ്തി ആണ്, കഴിയില്ല. കുഴപ്പമില്ലാത്ത ചാപ്റ്റർ ആണ്, എന്നാൽ കുറച്ച് കട്ട തിയറിയുമാണ്, അതുകൊണ്ട് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ലൈക്ക് പഠിക്കാൻ ശ്രമിക്കുക. ഒരു ഐഡിയൽ മെമ്മറിയുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഏതൊക്കെ 3 പോയിന്റ്സാ ഒന്ന് വേണ്ട IPയില് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് വാ. ഐഡിയൽ മെമ്മറി എന്ന് പറയുന്നത് ഫാസ്റ്റ് ആയിരിക്കണം, ചീപ്പ് ആയിരിക്കണം, ലാർജ് ആവണം. സോ അങ്ങനെയുള്ള ഡിഫറെന്റ് ടൈപ്പ് നമുക്ക് എന്താണ് പിക്ക് എനി 2 എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ്. ഈ ഇതിലെ ഏതെങ്കിലും മൂന്നാമത്തിൽ രണ്ടെണ്ണം നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ആ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ ഡിഫറെന്റ് ടൈപ്പിലുള്ള മെമ്മറീസ് ഡിസൈൻ ചെയ്യുന്നു. അങ്ങനെ ഡിസൈൻ ചെയ്ത മെമ്മറീസിന് നമ്മൾ ഡിഫറെന്റ് ഹൈറാർക്കി ലൈക്ക് എന്താണ് മെമ്മറി ഹൈറാർക്കി എന്നൊരു കൺസെപ്റ്റ് ഡിഫറെന്റ് ലെയർഡ് ഓർഗനൈസേഷൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു ഓർഗനൈസേഷനിൽ ഏറ്റവും ടോപ്പിൽ വരുന്നത് എന്തായിരിക്കും, മെമ്മറി ഹൈറാർക്കിയിലെ ഏറ്റവും ടോപ്പിൽ വരുന്നത് ക്യാഷ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് അല്ലെ. ക്യാഷ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് ഏറ്റവും ടോപ്പിൽ വരുന്നത്. ഈ ക്യാഷ് എന്ന് പറയുന്നത് CPU പ്രോസസർ ചിപ്പിന്റെ അകത്ത് തന്നെയാണ് വരുന്നത്. ക്യാഷില്
നമ്മൾ ഒരു ഡേറ്റ സെർച്ച് ചെയ്യുന്ന സമയത്ത് അത് കണ്ടുപിടിക്കുകയാണെങ്കിൽ, ഡേറ്റ ഫൗണ്ട് ഇൻ ക്യാഷെ ആണെങ്കിൽ അത് എന്ത് റേറ്റിനെ സൂചിപ്പിക്കുന്നു? ഹിറ്റ് റേറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഹിറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡേറ്റ ഫൗണ്ട് ഇൻ ക്യാഷെ അല്ലെങ്കിൽ ഡേറ്റ ഫൗണ്ട് ഇൻ പർട്ടിക്കുലർ മെമ്മറി ഹൈറാർക്കി നമ്മൾ മെമ്മറിയിൽ നോക്കുന്ന സമയത്ത് കിട്ടുകയാണെങ്കിൽ അത് നമ്മൾ ഹിറ്റ് റേറ്റ് എന്ന് പറയുന്നു. ഇൻ കേസ് അത് അവിടെ ഇല്ല എങ്കിൽ നമ്മൾ നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോകേണ്ട സിനാരിയോ വരുന്നു. അങ്ങനെയാണെങ്കിൽ അത് എന്ത് റേറ്റ് ആയിരിക്കും? മിസ് റേറ്റ് ആണ്. ഈ മിസ് റേറ്റും ഹിറ്റ് റേറ്റും ഒരു കണക്ഷൻ ഉണ്ട്. 1 മൈനസ് ഹിറ്റ് റേറ്റ് എന്ന് പറയുന്നത് വിച്ച് ഇസ് ഇക്വൽ ടു മിസ് റേറ്റ് ആയിരിക്കും. സോ ഈ രണ്ട് മെത്തേഡ്സ് അല്ലെങ്കിൽ റേറ്റുകൾ ഉദ്ദേശിച്ച് നമ്മൾ പറയുന്നത് എന്താണ്? പെർഫോമൻസ് ഓഫ് എ ക്വാണ്ടിറ്റേറ്റീവ് പെർഫോമൻസ് ഓഫ് എ മെമ്മറിയാണ്. മെമ്മറിയുടെ പെർഫോമൻസിന്റെ പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചസ് ആണ് ഹിറ്റ് റേറ്റ് ആൻഡ് മിസ് റേറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വരുന്നത് ക്യാഷെ എന്ന് പറയുന്ന കൺസെപ്റ്റ് വന്നു. ക്യാഷെ എന്ന് പറയുന്ന കൺസെപ്റ്റില് നമ്പർ ഓഫ് ഡേറ്റാ ബൈറ്റ്സ് ഇൻ ക്യാഷെ, എത്ര ക്യാഷെയുടെ ആ ഒരു എത്ര ഡേറ്റാ ബൈറ്റ്സിനെ ഹോൾഡ് ചെയ്യാനുള്ള കഴിവിനെ, ആ ഒരു ഇതിനെ എന്താ നമ്മൾ പറയാ? ക്യാഷെയുടെ ഓക്കെ കപ്പാസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് ക്യാഷെ ആണ്. ദെൻ എത്ര ബൈറ്റ്സ് നമ്മൾ ക്യാഷെയിലേക്ക് മെയിൻ മെമ്മറിയിൽ നിന്ന് ബ്രിങ് ചെയ്യുന്നു അല്ലെങ്കിൽ ബ്രോട്ട് ചെയ്യുന്നു, ആ ഒരു സെനാരിയോ പറയുന്നതാണ് എന്ത്? മെയിൻ മെമ്മറിയിൽ നിന്ന് എത്രത്തോളം ഡേറ്റാസിനെയാണ് നമുക്ക് ക്യാഷെയിലേക്ക്. ഇപ്പൊ ക്യാഷിൽ ഒരു മിസ് പെർഫോം ചെയ്തു, അതായത് ക്യാഷിൽ നമ്മളൊരു ഡേറ്റ നോക്കിയാൽ കണ്ടില്ല, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? മെയിൻ മെമ്മറി പോയി ഫെച്ച് ചെയ്ത് ക്യാഷെയിലേക്ക് കൊണ്ടുവരുന്നു. സോ അങ്ങനെ കൊണ്ടുവരുന്ന ആ ഒരു നമ്പർ ഓഫ് ഇതിനെയാണ് വിളിക്കുന്നത് അതിന്റെ ബ്ലോക്ക് സൈസ് എന്ന് പറയുന്നത്. അതിന്റെ ബ്ലോക്ക് സൈസ് എന്ന് പറയുന്നത്. സോ ഈ നമ്പർ ഓഫ് ബ്ലോക്സ് ഇൻ ക്യാഷെ എന്ന് പറയുന്നത് എന്താണ്? കപ്പാസിറ്റി ഡിവൈഡഡ് ബൈ ദിസ് ബ്ലോക്ക് സൈസ് ആണ്. എത്രത്തോളം കപ്പാസിറ്റി ക്യാഷെക്ക് ഉണ്ടോ അതിനെ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുന്നു? എത്രത്തോളം ബ്ലോക്ക് സൈസ്, അതായത് മെയിൻ മെമ്മറിയിൽ നിന്ന് എത്രത്തോളം ഡേറ്റാസിനെ നമുക്ക് ഫെച്ച് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നു വൺസ് അറ്റ് എ ടൈം, ആ ഒരു ബ്ലോക്ക് സൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴായിരിക്കും അവിടെ നമ്പർ ഓഫ് ബ്ലോക്സ് കിട്ടുന്നത്. ഇനി ഡിഗ്രി ഓഫ് അസോസിയേറ്റിവിറ്റി എന്താ നമ്മൾ പറഞ്ഞു? ഒരു നമ്പർ ഓഫ് ബ്ലോക്സിന്റെ സെറ്റ്, ഈ ഡേറ്റാസിനെ അല്ലെങ്കിൽ ഈ ക്യാഷെയിലെ ഡേറ്റാസ് സെറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ആ സെറ്റ്, ആ ഒരു നമ്പർ ഓഫ് ബ്ലോക്സിന്റെ ഡേറ്റയാണ് വിളിക്കുന്നത് ആ സെറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റോട് ഉദ്ദേശിക്കുന്നത്. ഇനി ഡേറ്റയുടെ എത്ര നമ്പർ ഓഫ് സെറ്റ്സ് ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ നമ്പർ ഓഫ് ബ്ലോക്സിനെ ഡിഗ്രി ഓഫ് അസോസിയേറ്റിവിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും അവിടുത്തെ നമ്പർ ഓഫ് ബ്ലോക്സ് എന്ന് പറയുന്നത്. ഇനി ക്യാഷെ നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. എസ് സെറ്റുകളായിക്കാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓരോ മെമ്മറി അഡ്രസ്സിനും എന്ത് ചെയ്യുന്നു? എക്സാക്ട്ലി ഓരോ സെറ്റിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. ക്യാഷെനെ നമുക്ക് ബ്ലോക്സിനെ ഒരു സെറ്റിലെ ബ്ലോക്സ് അനുസരിച്ചുകൊണ്ട് ഡിഫറെന്റ് ടൈപ്പിൽ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്നു. ഡയറക്റ്റ് മാപ്ഡ് ഉണ്ട്, എൻവേ സെറ്റ് അസോസിയേറ്റീവ് ഉണ്ട്, ഫുള്ളി അസോസിയേറ്റീവ് ഉണ്ട്. ഓരോന്നിന്റെ ഡെഫിനിഷൻസ് അല്ലെങ്കിൽ ഓരോന്നിന്റെ എക്സ്പ്ലനേഷൻസ് ആണ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്. ക്യാഷേഴ്സിന്റെ കാറ്റഗറിയാണ്. ക്യാഷേഴ്സിനെ അതിന്റെ ബ്ലോക്സിന്റെ സെറ്റിലെ ഒരു ഇത്രത്തോളം ബ്ലോക്സ് ഉണ്ട് എന്നനുസരിച്ച് ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ് ഡിഫറെന്റ് ടൈപ്പ്. ഡയറക്റ്റ് മാപ്ഡ് ആണെങ്കിൽ ഒരു ബ്ലോക്ക് പെർ സെറ്റ് ആയിരിക്കും. എൻവേ സെറ്റ് അസോസിയേറ്റീവ് ആണെങ്കിൽ n ബ്ലോക്സ് പെർ സെറ്റ് ആയിരിക്കും. ഫുള്ളി അസോസിയേറ്റീവ് എന്ന് വെച്ചാൽ ഓൾ ക്യാഷെ ബ്ലോക്സ് ഇൻ വൺ സെറ്റ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വരുന്നത്. സോ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഞാൻ നേരത്തെ വിടുകയാണ് കേട്ടോ.